ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, കാന യർഫഉ ഹദ്വ മൻകിബൈഹി ഇദ ഇഫ്തതഹ അസ്സലാ. നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുമലിനോടൊപ്പമായിട്ട് കൈകൾ ഉയർത്തുമായിരുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇദാ കബ്ബറ ലിറുക്കൂ, റുക്കൂയിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ നേരെ ഇങ്ങനെ പോകലല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റുക്കൂയിലേക്ക് പോകേണ്ടത്. വഇദാ റഫഅ റഅസഹു മിനർ റുക്കൂഇ റഫഅഹുമാ അയ്ളൻ, റുക്കൂയിൽ നിന്നും ഉയരുന്ന സമയത്തും കൈകൾ ഉയർത്തേണ്ടതുണ്ട്. 3 സന്ദർഭമായി നിസ്കാരത്തിൽ, 3 സന്ദർഭമായി. 4ാമത്തെ സന്ദർഭം കൂടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്. അത് 3ാമത്തെ റക്അത്ത്, അതായത് 3 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരം ഉണ്ട് എങ്കിലേ ഈ സുന്നത്ത് വരുന്നുള്ളൂ. 2 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരത്തിനോ ഫജ്ർ നിസ്കാരത്തിനോ ഇത് വരില്ല. 3ാമത്തെ റക്അത്തുള്ള മഗ്രിബ് അല്ലെങ്കിൽ ളുഹർ, അസർ, ഇഷ, ഇതിനൊക്കെയാണ് ഈ സുന്നത്ത് കിട്ടുക. ആ 3ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ 1ാമത്തെ തശഹുദിൽ ഇരുന്നിട്ട് 3ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി അവിടെ കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. അത് 2ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ ആവശ്യമില്ല. 1ാമത്തെ റക്അത്ത് കഴിഞ്ഞ് വരുമ്പോൾ നേരെ കൈ കെട്ടിയാൽ മതി, ഇങ്ങനെ തന്നെ കൈ കെട്ടിയാൽ മതി. എന്നാൽ തശഹുദ് കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത് കൈകൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇതേപോലെ ഉയർത്തിയിട്ട് വേണം കെട്ടാൻ. അത് കഴിഞ്ഞ് 4ാമത്തെ റക്അത്തിലേക്ക് അത് സുന്നത്തില്ല. 4ാമത്തെ റക്അത്തിൽ അത് സുന്നത്തില്ല. അപ്പോൾ ഈ 4 സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ ഉയർത്തിയിരുന്നു. അത് നാം പറഞ്ഞതുപോലെ ഒന്നുകിൽ ചെവിക്കുറ്റിയോടൊപ്പമാണ് ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ ചുമലിനോടൊപ്പമാണ് ഉയർത്തേണ്ടത്. പലരും ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നിസ്കരിക്കും നേരെ ഇങ്ങനെ കൈകിട്ടും. അങ്ങനെ കൈകെട്ടി നമ്മൾ നിസ്കാരം ബാത്തിലായി എന്നോ അല്ലെങ്കിൽ നിസ്കാരത്തിന് റുക്കിനെ ഒഴിവാക്കിയെന്നോ ഒന്നും പറയുന്നില്ല. മറിച്ചൊരു പ്രതിഫലം, സുന്നത്ത് നഷ്ടപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കിതാബ് പഠിക്കുന്നത് തന്നെ പരമാവധി സുന്നത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രതിഫലം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക.